ആർ അനന്തകൃഷ്ണൻ ചേരുന്നു മുണ്ടക്കയിൽ നിന്നും. അനന്തകൃഷ്ണൻ, മുണ്ടക്കയിൽ ഇപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത്? യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെ പുരോഗമിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഒപ്പം കാലാവസ്ഥ എങ്ങനെയുണ്ട്? മോത്തി, ഈ മുണ്ടക്കൈ മേഖലയ്ക്ക് മുകളിൽ, അതായത് പുഞ്ചിരി മട്ടയ്ക്ക് താഴ്വശത്തുമായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. മുകളിൽ നിന്ന് ആ ഒന്നാം പോയിന്റിൽ നിന്ന്, ഫസ്റ്റ് സോണിൽ നിന്ന് തിരച്ചിൽ നടത്തി ഇന്ത്യൻ ആർമിയുടെയും മറ്റ് ദൗത്യ സംഘങ്ങളുടെയും സംഘം ഇപ്പോൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മോത്തി ചോദിച്ചതുപോലെ തന്നെ കാലാവസ്ഥ ഉച്ച കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ പ്രതികൂലമായി മാറിയിരിക്കുന്നു. മഴ നേരത്തെ ഇടവിട്ടാണ് പെയ്തതെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി കുറേ നേരമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴ പെയ്തപ്പോൾ ഇവിടെ തെരച്ചിൽ ദുഷ്കരമാണ്. കാരണം ഇവർ പരിശോധിക്കേണ്ട മൺതിട്ടകളൊക്കെ ഇപ്പോൾ അരുവികളായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ പോയിട്ട് പരിശോധന എളുപ്പമല്ല. മാത്രമല്ല ഇതൊരു ചെളിയെല്ലാം നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇനി അവിടെ ഈ മഴ പെയ്ത് കഴിയുമ്പോൾ അവിടെ ചവിട്ടി നിൽക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരെല്ലാം മുകളിലേക്ക്, കുറച്ച് സുരക്ഷിത മേഖലയിലേക്ക് കയറി നിൽക്കുന്നത്. ഏതായാലും മുകളിൽ പുഞ്ചിരിമട്ടം ഭാഗത്ത് നിന്ന് രാവിലെ മുതൽ തുടങ്ങിയ തെരച്ചിലാണ്. പക്ഷേ അവിടെയൊന്നും മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടേറെ വീടുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നുണ്ട്. കാണാൻ അവശിഷ്ടങ്ങൾ കൂടാതെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പല വീടുകളും ഒലിച്ചു പോയിട്ടുമുണ്ട്. ആ വീടുകളിൽ നിന്ന സ്ഥലത്തൊക്കെ കരിങ്കൽ പാറകളും ഒപ്പം ഈ ചെളിയും കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ തഹസിൽദാർ ഇങ്ങോട്ട് വരും എന്നാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത്. ചില ഈ കാണാതായവരുടെ കറക്റ്റ് ലൊക്കേഷനും അവരുടെ വീടിരുന്ന ലൊക്കേഷനും അതിനൊപ്പം തന്നെ ഈ ചില ഉപകരണങ്ങളും കൂടി കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു. ദൂരെ നമുക്ക് കാണാം ഈ പുഴയുടെ സ്ട്രീമുകളിലൊക്കെ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൈവശം ഇവിടെ നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ ഈ JCB പോലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരിക അസാധ്യമാണ്. കാരണം മുഴുവൻ കരിങ്കല്ലുകളാണ്. ഇങ്ങോട്ട് കയറി വരാൻ വഴിയില്ല. മുണ്ടക്കൈ വരെ അല്ലെങ്കിൽ പുഞ്ചിരിമട്ടം വരെ ഈ JCBകൾക്ക് എത്താൻ കഴിയും. പക്ഷേ ഇതിനിടയിലുള്ള പ്രദേശം ഇത്തരം യന്ത്രക്കൈകൾ കൊണ്ടുവരാൻ, ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവരാൻ ദുഷ്കരമായ സ്ഥലമാണ്. ഇവിടേക്ക് ഒരു വഴി ഇറങ്ങി വരാനില്ല. മാത്രമല്ല ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചാലും മുഴുവൻ കരിങ്കല്ലുകളാണ്. അതും ഒരു JCB കൊണ്ടൊന്നും മാറ്റാൻ കഴിയാത്തതാ. സജി, ഈ പാറയിലേക്ക് നോക്കുക. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ അത്രയും വലിപ്പം തോന്നില്ല. അതിൻ്റെ അടിയിൽ പോയാൽ ഒരു 2 നില കെട്ടിടത്തിൻ്റെ വലിപ്പം ഉണ്ടാകും ആ പാറയ്ക്ക്. അത്ര വലിപ്പമുള്ള പാറകളാണ് ഇവിടെ കിടക്കുന്നത്. ഇനി ഈ നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ തെരച്ചിൽ സംഘം ഇവിടെ നിന്ന് ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് താഴെ ചൂരൽമല അല്ലെങ്കിൽ ഇന്നിപ്പോൾ എവിടം വരെ എത്താമോ അവിടം വരെ എത്തിച്ചേരും. അവിടെ മാർക്ക് ചെയ്യും. ഇതുവരെ ഈ പുഞ്ചിരിമട്ടം മുതൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം വരെ മുഴുവൻ സെർച്ച് ചെയ്തു. അവിടെയെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ശരീരങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് സങ്കടപ്പെടുത്തുന്ന കാര്യം, ഒരുപാട് ഇപ്പോൾ ഇവിടെ ഒരു ബൈക്ക് കിടക്കുന്നത് കാണാം. ഇതുപോലെയുള്ള വാഹനങ്ങൾ, അതുപോലെ കാറുകൾ, ഗ്യാസ് സിലിണ്ടറുകൾ, അങ്ങനെ ഒരുപാട് വീട്ടുപകരണങ്ങളൊക്കെ ഇങ്ങനെ ഇവർ ശേഖരിക്കുന്നുണ്ട് ഈ ചെളിയിൽ നിന്ന്. ഒരുപക്ഷെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഈ പുഴയുടെ ആ കുത്തൊഴുക്കിൽ, ആ ഒഴുക്കിൽപ്പെട്ട് താഴേക്ക് ചൂരൽമല ഭാഗത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഏതായാലും ഇവിടെ ഈ പുഴമേഖലയിൽ വ്യാപകമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇനി കൂടുതൽ കുറച്ച് ഈ സെൻസർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ യന്ത്രങ്ങൾ കൂടി എത്തിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. എന്നാൽ മാത്രമേ, നേരത്തെ ഈ കടാവർ ഡോഗിനെയൊക്കെ ഉപയോഗിച്ച് മുകളിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അവിടെയെങ്ങും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി മെഷീനുകൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ഇവർ നോക്കുന്നത്. ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇനി കൂടുതൽ യന്ത്രസാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിച്ചുള്ള തെരച്ചിൽ സാധ്യമാകുമോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്.